മലപ്പുറം പള്ളിക്കലിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ, വയറിളക്കം, പനി, ഛർദി എന്നിവ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ വിദ്യാർത്ഥികൾ ചികിത്സ തേടി. ശനിയാഴ്ച ഉച്ചയ്ക്ക് സ്കൂളിൽ വിളമ്പിയ കറിയിൽ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുള്ള സൂചനയുണ്ട്. കോഴിപ്പുറം AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇவ்விധത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റത്. സ്കൂളിന് സമീപത്തായുള്ള സ്വകാര്യ മെഡിക്കൽ ക്ലിനിക്കിൽ മാത്രം 23 പേർ ചികിത്സ തേടിയെത്തി. സോൺ കൃഷ്ണ ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാൻ. സോണൽ, ഈ ആശുപത്രി അധികൃതർ എന്താണ് അറിയിക്കുന്നത് ഇവരുടെ ആരോഗ്യനിലയെക്കുറിച്ച്? അതോടൊപ്പം എന്താണ് സംഭവിച്ചത്? ഇതിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വരുന്നുണ്ടോ? പ്രധാനമായി പറയേണ്ടത് കുട്ടികൾ ആരോഗ്യനില അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളെല്ലാം തന്നെ. കുട്ടികൾക്ക് വയറിളക്കം, പനി, അതുപോലെ തന്നെ ഛർദി എന്നിവ ഉണ്ട്. പല കുട്ടികളിലും പല രീതിയിലാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ കുട്ടികളെല്ലാം തന്നെ ചികിത്സയിലാണ്. മലപ്പുറം പള്ളിക്കൽ കോഴിപ്പുറത്താണ് ഇത്തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്. കോഴിപ്പുറം AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് സ്കൂളിൽ വിളമ്പിയ കറിയിൽ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധ പടർന്നത് എന്നുള്ളൊരു സൂചന അധ്യാപകർ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നുണ്ട്. രക്ഷിതാക്കൾ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്തായാലും അതിൽ കൂടുതൽ അന്വേഷണം വരേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി കുട്ടികൾക്ക് വേണ്ട ചികിത്സ അത് കൃത്യമായി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സ്കൂളിന്റെ സമീപത്തെ സ്വകാര്യ മെഡിക്കൽ ക്ലിനിക്കിൽ മാത്രം 23 പേരാണ് ചികിത്സ തേടിയിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ സാധിക്കും. എന്തായാലും കുട്ടികളുടെ ആരോഗ്യനില സംരക്ഷിക്കാൻ വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അധ്യാപകർ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ശരി, സോൺ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.